ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺപണി സീരിയലിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇതിന് അമ്മായിമാർ മാനസയുടെ മനസ്സിലിപ്പം മനസ്സിലായി കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കൃഷ്ണനെ കൺമണിക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. ഇയാളുടെ സ്വഭാവം അറിയാതെ നമ്മൾ പെട്ടുപോയി, മാത്രമല്ല ആ പാവം കൺമണിയും കൂടി പെട്ടു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കെട്ടാൻ വരുന്ന പെണ്ണിനെ കണ്ടപ്പോൾ പ്രേമിക്കുന്ന പെണ്ണിനെ അവൻ ഉപേക്ഷിക്കുകയല്ലേ ചെയ്തത് എന്നൊക്കെ പറയുന്നു കേട്ടോ. കൺമണി പാവം അങ്ങനെ ആലികയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫ് എല്ലാം തന്നെ വിളിച്ച് മാനസയോട് പറയുന്നുണ്ട് കൺമണി വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോഴത്തേനും കൺമണിക്ക് ഒരു പണി കൊടുക്കണം എന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുകയാട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ക്യാബിലേക്ക് ചെല്ലുമ്പോഴത്തേനും കൃഷ്ണനെ ഉമ്മ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ മാനസ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേനും കൺമണി ആകെ തകർന്നു പോകാട്ടോ ചെയ്യുന്നത്. കൺമണി ഭയങ്കര വിഷമത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങും. ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇങ്ങനെയൊന്നും അല്ല കൃഷ് സാർ എന്നെ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ വിഷമത്തോടു കൂടി ഇറങ്ങുന്നുണ്ട്. പക്ഷേ മാനസയാണെങ്കിലോ കൺമണിക്കിട്ടൊരു പണി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ പ്രൈവസി നഷ്ടപ്പെട്ടില്ലേ, നീ ഇങ്ങനെയാണോ ഒരു ക്യാബിലേക്ക് കയറി വരുന്നത്, വിളിക്കാതെയും പറയാതെയും എന്നൊക്കെ പറഞ്ഞു കൃഷിൻ്റെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് കളയാട്ടോ. അങ്ങനെ വിഷമത്തോടു കൂടി ഇറങ്ങാട്ടോ കൺമണി. കാരണം മാനസയ്ക്ക് അത് തന്നെയാണ് വേണ്ടത്. അവൾ സഹികെട്ട് ഇവിടെ നിന്ന് പോകണം. അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകണമെന്ന് ആൻറ്റിയമ്മ മാനസയോട് പ്രത്യേകം തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനു വേണ്ടി കൺമണിയുടെ മനസ്സ് നോവിക്കുന്ന കാര്യങ്ങൾ മാത്രം അവിടെ മാനസ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അലികയിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവൾ പുറത്താക്കണം, എന്നിട്ട് വേണം കൃഷിനെ സ്വന്തമാക്കി തന്നെ മാനസയ്ക്ക് എടുക്കാം എന്ന രീതിയിൽ തന്നെയാണ് മാനസ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നത്.